ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോവാം. അതിന് വേണ്ടിയാണ് ഇങ്ങനെ കെട്ടി ഒരുങ്ങി നിന്നിരിക്കുന്നത്. ബർത്ത്ഡേ ആരാന്ന് വെച്ചാൽ അന്ന് ബേബി ഷവർ കണ്ടില്ലേ, ആ ചേച്ചിയുടെ രണ്ടാമത്തെ മോൻ്റെ ബർത്ത്ഡേക്കാണ് പോകുന്നത്. മോനിപ്പം 8 വയസ്സോ 9 വയസ്സോ അങ്ങനെ എന്തോ, എനിക്ക് കറക്റ്റ് അറിയില്ല. ലാസ്റ്റ് ടൈം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, പ്രബി ഉണ്ടായിരുന്നു. അപ്പം മോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് പോവാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് ബർത്ത്ഡേ വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ബർത്ത്ഡേക്ക് പോവാം. ഓക്കെ. Happy birthday to me. Happy birthday to me. To you. Happy birthday. पूरा मगर तेरे बर्थडे क्या അപ്പം പ്രബീൻ്റെ കൂടി കളിച്ചുകൊണ്ടിരുന്ന ആ മോനാണ് ബർത്ത്ഡേ ബോയ്. അവനിങ്ങനെ എൻ്റെ വീഡിയോയിൽ നോക്കിയിട്ട് ഞാൻ ആ ബർത്ത്ഡേ ബോയ് എന്നൊക്കെ പറയാം, എന്നെ വിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞിങ്ങനെ കമൻസ് പാസ് ചെയ്യായിരുന്നു. അപ്പം നമ്മളിവിടെ എത്തി, എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. ഇനി കുറച്ച് പേരും കൂടെ എത്താനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാണ്. അവരും കൂടെ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളോട് 7 മണിക്കായിരുന്നു വരാൻ പറഞ്ഞത് ബർത്ത്ഡേ ഫംഗ്ഷൻ. അന്നേരം കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇനിയും കുറച്ച് പേര് വരാനുള്ളത് കൊണ്ട് നമ്മൾ അവരെ വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഓരോ പണികളിലും തിരക്കുകളും പിന്നെ കുറേ പേര് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഞാൻ ആക്ച്വലി തളർന്നു. അപ്പം വീഡിയോ എടുക്കാൻ ഞാൻ ആൽവിസിനോട് പറഞ്ഞു. അങ്ങനെ ആൽവിസ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം. എനിക്കാണെങ്കിൽ വിശക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർ 3 പേരും ഇവിടെ എന്തോ വലിയ ഗൂഢാലോചനയിലാണ്. എന്താണെന്ന് ആർക്കറിയാം. എന്താ അറ്റ് ലാസ്റ്റ് എല്ലാവരും എത്തി. അപ്പം കേക്ക് ഓപ്പൺ ചെയ്യാണ്. 3, 2, 1. അങ്ങനെ അതുകൊണ്ട് കേക്ക് ഓപ്പൺ ചെയ്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെയും മെഴുകുതിരിയും കൊണ്ട് കത്തിച്ച് വരുന്നുണ്ടായിരുന്നു. ഇപ്പം അശ്വനീൻ്റെ മുടി കത്തിപ്പോവായിരുന്നു. എനിവേയ്സ് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ ലാസ്റ്റ് നമ്മൾ പോവാണ്. നമ്മളല്ല, ആദ്യം കട്ട് ചെയ്യാൻ പോവാണ്. അതും എല്ലാവരും ബർത്ത്ഡേ ഗിഫ്റ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ്സ് എല്ലാവർക്കും കൊടുക്കാമെന്ന് വെച്ചു. എന്നിട്ട് ഫോട്ടോ എടുക്കാം അതിൻ്റെ കൂടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്കൊക്കെ എല്ലാവരും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേക്ക്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ കുട്ടികൾ എടുക്കാൻ അറിയുമെന്നൊക്കെ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിൽക്കുമ്പം ആദു ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദുൻ്റെ ഡാൻസ് കാണാൻ വേണ്ടിയിരുന്നു.
അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഫുഡിൻ്റെ പ്രിപ്പറേഷൻസ് ആയിട്ട് ചേട്ടന്മാരൊക്കെ കിച്ചണിലുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ കളിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മൾ സ്വതവേ കളിക്കാതെ ദംഷറാറ്റ്സ് ആണ്. അപ്പം ദംഷറാറ്റ്സ് കളിക്കാൻ പോകണം ഞങ്ങൾ. ഒന്നാക്കുന്നുണ്ട് ഒന്നായി അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. നല്ല ചൂട് ബിരിയാണിയും പിന്നെ ഗ്രില്ലും ആയിരുന്നു ഫുഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കായിരുന്നു. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ആദു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.